ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നെയ്യിനെ കുറിച്ചുള്ളതാണ്. നെയ്യുടെ ഗുണങ്ങളും അതുപോലെ തന്നെ നെയ്യ് ആരൊക്കെയാണ് കഴിക്കേണ്ടത്, ആരൊക്കെ കഴിക്കരുത്, ഏതൊക്കെ സമയങ്ങളിലാണ് ഏതൊക്കെ അസുഖമുള്ളവരാണ് കഴിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് നോക്കാം. നെയ്യിനെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നത് മഹാസ്നേഹങ്ങളിൽ ഒന്നായിട്ടാണ്. 4 മഹാസ്നേഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് നെയ്യിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് സംസ്കാരസ്യ അനുവർത്തനാത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൽ ഹെർബ്സ് ഒക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ ഹെർബ്സിൻ്റെ ഒക്കെ ഗുണങ്ങൾ നെയ്യിലേക്ക് വരികയും അതുപോലെ തന്നെ നെയ്യുടെ സ്വാഭാവികമായിട്ടുള്ള ഗുണം മാറാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘൃതങ്ങൾ ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്നുകൾ ഇട്ട് കാച്ചിയ നെയ്കൾ പല അസുഖങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്യിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 130 കലോറിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു 15 ഗ്രാം ഫാറ്റ്, അതായത് ഗുഡ് ഫാറ്റ് വരുന്നുണ്ട്. അതുപോലെ ഇതിൽ കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങി, വിറ്റാമിൻ എ, അതുപോലെ വിറ്റാമിൻ കെ, വിറ്റാമിൻ ഇ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിൻ്റെ ഓരോ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ വളരെ പ്രോപ്പറാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ള ഡൈജഷൻ നടക്കാൻ സഹായിക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്ററും ആണ്. നമുക്ക് കുട്ടികൾക്ക് മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജോയിൻറ്റ് പെയിൻ ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നെയ്യ്. നമ്മുടെ എന്താണ് പറയുക, ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മുടെ ജോയിൻസിനൊക്കെ വേദനയുണ്ടെങ്കിൽ ആ ജോയിൻറ്റ് പെയിൻ കുറക്കാൻ, ജോയിൻസിലൊക്കെ നല്ല രീതിയിലുള്ള ലൂബ്രിക്കേഷൻ തരാനും ഒക്കെ സഹായിക്കുന്നതാണ് നെയ്യ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്കും നമുക്ക് നെയ്യ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ അടുത്ത ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സെമൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇത് നല്ലൊരു ബ്രെയിൻ ടോണിക്കാണ്. കുട്ടികൾക്കൊക്കെ, നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും മെമ്മറി കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ബ്രെയിൻ ഫങ്ഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മുതൽ നമുക്കിത് കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ മെനോപോസിൻ്റെ സ്റ്റേജൊക്കെ എത്തുമ്പോൾ സ്ത്രീകൾക്കും ഒക്കെ ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്, അതായത് പെട്ടെന്ന് മറവി ഉണ്ടാവുന്ന ഒക്കെ പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും ആ ഒരു സമയത്തും നമുക്കിത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിനും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും വളരെ നല്ലതാണ്. സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ഡ്രൈനെസ് കുറക്കാനും സഹായിക്കുന്നതാണ് നെയ്യ്. നമുക്ക് വിൻ്റർ സമയമൊക്കെ ആണെങ്കിൽ നെയ്യ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സ്കിൻ വളരെ ഡ്രൈ ആയിട്ടുള്ളവർ എപ്പോഴും നെയ്യ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അവരുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. എപ്പോഴും സ്കിന്നിലൊരു മോയ്സ്ചർ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. അതുപോലെ സ്കിൻ ടെക്സ്ചർ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. ഫൈൻ ലൈൻസ് പോലുള്ള ഏജിങ് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അകറ്റാനും നമുക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. നെയ്യിനെ നമുക്കൊരു ആൻറ്റി ഏജിങ് എന്ന് പറയാം. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഹെയറിന് നല്ല ഷൈനിങ് തരാനും ഒക്കെ നെയ്യ് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഹെയറിൽ പ്രീമച്വർ ആയിട്ടുള്ള ഗ്രേയിങ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെയ്യ് ഉപയോഗിച്ചിട്ട് നസ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഓരോ ഡ്രോപ്സ് വീതം നമ്മുടെ മൂക്കിൽ ഡെയിലി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രിമച്വർ ആയിട്ടുള്ള ഗ്രേയിങ് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അടുത്ത ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വളരെ മെലിഞ്ഞിരിക്കുന്നവർക്കാണ്. വളരെ വീക്കായിട്ടുള്ള, എപ്പോഴും ക്ഷീണം തോന്നുന്നവർ, അല്ലെങ്കിൽ ശരീരം വളരെ മെലിഞ്ഞ് ശോഷിച്ച പോലെ ഇരിക്കുന്നവർക്കൊക്കെ നെയ്യ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിനിങ്ങിനും സഹായിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത്. ഇനി ഡയബറ്റീസ് ഉള്ളവർക്കും നമുക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ്. ഷുഗറൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ലാത്തത് കൊണ്ടും കാർബോഹൈഡ്രേറ്റ്സ് ഇതിൽ കുറവായതുകൊണ്ടും നമുക്ക് നെയ്യ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇവർക്കും രാവിലെ കഴിക്കുന്നതാണ് നല്ലത്.
ഡയബറ്റീസ് ഉള്ളവരും രാവിലെ വെറും വയറ്റിൽ നെയ്യ് കഴിക്കുന്നതാണ് നല്ലത്. അവർക്ക് 1 ടീസ്പൂൺ നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാവോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം. ഇതിൽ ഗുഡ് ഫാറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അളവാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു ടീസ്പൂൺ ഡെയിലി കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരു കുഴപ്പമില്ല. അവരുടെ HDL കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഡോസ് കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അസുഖമുള്ളവരാണെങ്കിലും കൊളസ്ട്രോൾ ഡയബറ്റീസ് പോലുള്ള അസുഖമുള്ളവരാണെങ്കിലും കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ അതിൻ്റെ ഡോസ് കൂടാതെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് നെയ്യ് വളരെ നല്ലതാണ്. നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി കണ്ണിന് വേണ്ടി മാത്രം കഴിക്കുന്നവരാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ത്രിബല ചൂർണത്തിൽ 1 സ്പൂൺ നെയ്യും അതുപോലെ തന്നെ 1/2 സ്പൂൺ തേനും ചെറുതേനും കൂടെ ചേർത്ത് കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഒരു ഇൻസ്റ്റന്റ് എനർജി തരുന്നതാണ് നെയ്യ്. അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ജിമ്മിൽ അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ 1 സ്പൂൺ നെയ്യ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി പോലുള്ള പ്രശ്നമുള്ളവർ, ഡിപ്രഷൻ പോലുള്ള പ്രശ്നമുള്ളവർ, അതുപോലെ ഉറക്കക്കുറവുള്ളവർക്കും ഒക്കെ നെയ്യ് വളരെ നല്ലതാണ്. ഇതൊക്കെ അകറ്റാൻ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു പിത്തം കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിത്ത സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ, അതായത് നെഞ്ചെരിച്ചൽ പോലുള്ള പ്രശ്നം, അൾസറിൻ്റെ പ്രശ്നം, വയറിൽ എപ്പോഴും ഒരു എന്താ പറയുക പുളിച്ചു തേട്ടലും അതുപോലെ തന്നെ പുകച്ചിലും അനുഭവപ്പെടുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ളവർക്കും നെയ്യ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇനി മസ്റ്റായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടവരെന്ന് പറയുന്നത് ഒന്ന് കുട്ടികളാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ നെയ്യ് മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ്. പിന്നെ കുറച്ചൊരു ഏജ് ആയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ശരീരബലം നിലനിർത്താനും അതുപോലെ തന്നെ ഒരു എനർജി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഓൾഡ് ഏജിലും നമുക്ക് നെയ്യ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഒരു നല്ല ഫുഡാണ് നെയ്യ് എന്ന് പറയുന്നത്. അവരും ഡെയിലി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഏത് സമയത്ത് നമ്മൾ ഈ ഒരു നെയ്യ് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പല തരത്തിൽ നമുക്ക് നെയ്യ് പല സമയങ്ങളിൽ കഴിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറക്കാൻ സഹായിക്കുന്നത് മൂലം തന്നെ ബോഡി ഒന്ന് കൂളാക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സൂര്യൻ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഉച്ച സമയം. അതാണ് നമ്മുടെ പിത്ത കൂടിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് കഴിക്കുന്നത് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ കുറക്കാൻ, നല്ല സമ്മറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് കൂളാവാനും ഒക്കെ നമ്മുടെ ലഞ്ചിൻ്റെ കൂടെ നമ്മൾ നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി രാത്രി ഉറക്കം കിട്ടാത്തവരാണ്, വളരെ സ്ട്രെസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്കും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഫുഡിൻ്റെ കൂടെയും നെയ്യ് കഴിക്കുന്നത് ഈ ഒരു ഉറക്കക്കുറവൊക്കെ മാറ്റാൻ സഹായിക്കും. നമ്മൾ രാത്രിയത്തെ ഡിന്നർ ഒരു 7 മണിക്ക് മുമ്പൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു സമയത്ത് അതിൻ്റെ കൂടെയും ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെയും 2 നേരവും നിങ്ങൾക്ക് നെയ്യ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത് പിത്തത്തെയും അതുപോലെ തന്നെ വാദത്തെയും കുറക്കുന്നതാണ്. അപ്പോൾ വാദ കൂടിയിരിക്കുന്ന വൈകുന്നേര സമയങ്ങളിലും പിത്ത കൂടിയിരിക്കുന്ന ഉച്ച സമയങ്ങളിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പൈൽസിൻ്റെ അസുഖമുള്ളവർക്കും നെയ്യ് നല്ലതാണ്. പൈൽസ് അല്ലെങ്കിൽ പൈൽസ് ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ എപ്പോഴും വരുന്നതാണ്. ഇനി ബേണിംഗ് സെൻസേഷനോട് കൂടിയിട്ടുള്ള ബ്ലീഡിങ്ങോട് കൂടിയിട്ടുള്ള പൈൽസ് ഉള്ളവർക്കും നെയ്യ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നല്ല പറയുന്നത്. ഇത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബേണിംഗ് സെൻസേഷനൊക്കെ കുറക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ട് പൈൽസിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, നമ്മളൊരു ഹോം റെമഡി മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് രാത്രി ആണ് നെയ്യ് കഴിക്കുന്നത് നല്ലത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ നെയ്യ് കഴിക്കാവുന്നതാണ്. ഇനി നെയ്യ് എപ്പോഴും കഴിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ മുകളിലായിട്ട് ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 1/2 കപ്പെങ്കിലും ഇളം ചൂടുവെള്ളം നെയ്യുടെ മുകളിലായിട്ട് കഴിക്കാം. ഇത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡൈജഷന് വേണ്ടിയിട്ടും ഈ നെയ്യുടെ ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പൈൽസ് ഉള്ളവരും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് 1 സ്പൂൺ നെയ്യ് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിം യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ 1 സ്പൂൺ നെയ്യ് കഴിക്കാം. മെമ്മറി ബൂസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേഷനൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. ഡയബറ്റീസ് ഉള്ളവരും രാവിലെ കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ വർക്കിൻ്റെ പ്രഷറൊക്കെ ഭയങ്കരമായിട്ടുള്ളവരാണ്, നമുക്ക് ഡെയിലി പകലൊക്കെ വർക്ക് സ്ട്രെസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും കഴിക്കുന്നവരാണെങ്കിലും രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ
ശ്രദ്ധിക്കുക. രാവിലെ വെറും വയറ്റിൽ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിൻ്റെ മുകളിൽ ഇളം ചൂട് വെള്ളം കൂടെ കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് കഴിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു സ്പൂൺ, ഇതിൻ്റെ ഒരു ഡോസ് എന്ന് പറയുന്നത് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് LDL കൊളസ്ട്രോളൊക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കഴിച്ചാൽ മതി ഡെയിലി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഒരു ഉപയോഗം, ഇതിപ്പോൾ ഞാൻ കഴിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അലർജിക് റൈനൈറ്റിസ് ഉള്ളവർക്ക്, അലർജിക് റൈനൈറ്റിസ്, ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്ക് നമുക്ക് നെയ്യ് നമ്മുടെ നോസ്ട്രിലിൻ്റെ അകത്തുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഡസ്റ്റ് അലർജി കുറക്കാൻ സഹായിക്കുന്നതാണ്. ഡെയിലി നമുക്കിതൊരു റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിതൊരു നാസൽ ഡ്രോപ്സ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിമച്വർ ഗ്രേയിങ്ങിന് ഇത് നമുക്ക് മൂക്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഡെയിലി ഓരോ നോസ്ട്രിലും ഓരോ ഡ്രോപ്സ് വീതം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അത് പ്രിമച്വർ ഗ്രേയിങ്ങിന് മാത്രമല്ല, മൈഗ്രെയിൻ പോലുള്ള തലവേദന ഉള്ളവർക്ക് ഇതൊരു റുട്ടീനാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ തലയിലും കണ്ണിലും ഒക്കെ പുകച്ചിൽ എപ്പോഴുള്ളവരുണ്ടാവും, വളരെ ചൂട് പോലെ ബേണിംഗ് സെൻസേഷൻ തോന്നുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും ഈ ഒരു നസ്യം ചെയ്യുന്നത് നല്ലതാണ് നെയ്യ് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും നമുക്ക് ഇതൊരു നേസൽ ഡ്രോപ്പായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 2 ആഴ്ച മുതൽ ഒരു 6 ആഴ്ച വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ന് പറയുന്നത്, ഒന്ന് ജോണ്ടിസ് വരുന്ന ടൈമിലാണ്. ജോണ്ടിസ് ഉള്ള സമയങ്ങളിൽ നിങ്ങൾ ഈ ഒരു നെയ്യ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവർ, അതുപോലെ പിന്നെയുള്ളത് ഫാറ്റി ലിവർ ഉള്ളവർ, ഈ 3 കണ്ടീഷൻസിലും നെയ്യ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ പനിയുള്ള സമയത്ത്, പനി നല്ല കഫത്തോട് ഉള്ള ചുമയൊക്കെ ഉണ്ട്, പനിയുണ്ട്, ആ സമയങ്ങളിലും നമ്മൾ നെയ്യ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്. മറ്റ് എല്ലാവർക്കും തന്നെ കുറഞ്ഞ അളവിൽ നമുക്ക് ഡെയിലി ആയിട്ട് നെയ്യ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്